ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലിയ അമലാണ് സന്ദർശനം. അതേക്കുറിച്ചുള്ള ചില പാഠങ്ങൾ മാത്രമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അറിവിലും നമ്മൾ ചെയ്യുന്ന അമലിലും അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. നമുക്കറിയാം, മനുഷ്യ ജീവിതത്തിൽ ബന്ധങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട് എന്നുള്ളത്. ബന്ധങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അത് നിലനിൽക്കുന്നതിന് പല കാരണങ്ങളുമുണ്ട്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്, ബന്ധങ്ങൾ നിലനിന്ന് പോവാനുള്ള ഒരു കാരണമാണ് സന്ദർശനം എന്നുള്ളത്. അത് വ്യക്തിയും തമ്മിലുണ്ട്, വ്യക്തിയും കുടുംബവും തമ്മിലുണ്ട്, വ്യക്തിയും നാടും തമ്മിലുണ്ട്, വ്യക്തിയും സമൂഹവും തമ്മിലുണ്ട്. എന്തിനേറെ പറയണം, രാജ്യവും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഈ ബന്ധങ്ങളൊക്കെ നിലനിർത്തുന്നതിന്റെ ഭാഗമായി ഒരു രാജ്യത്തിന്റെ പ്രതിനിധി അയൽ രാജ്യങ്ങൾ സന്ദർശിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഈ സന്ദർശനങ്ങളൊക്കെ ധാരാളം നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്നു, അനുഭവിക്കുന്നു, അറിയുന്നു. അപ്പോൾ ഇവിടെ ബന്ധങ്ങൾ നിലനിർത്താൻ രാജ്യങ്ങൾ, അയൽ രാജ്യങ്ങൾ പരസ്പര സന്ദർശനങ്ങൾ, അവരുടെ പ്രതിനിധികൾ നടത്തുന്നത് പോലും വലിയ ഒരു ആവശ്യകത അതിനുണ്ട് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അപ്പോൾ മനുഷ്യ ജീവിതത്തിലെ ഇത്രയും സുതാര്യമായ ഒരു കാര്യത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ ദീനിന് എന്തൊക്കെ പറയാനുണ്ട് എന്നതിലേക്കാണ് നമ്മുടെ ചർച്ച പോകുന്നത്. റബ്ബ് നമ്മുടെ അറിവിലും നമ്മുടെ അമലിലും ഒക്കെ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഇസ്ലാം സന്ദർശനത്തെ വളരെ പ്രാധാന്യത്തോടുകൂടെ എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ആരാധന കർമ്മങ്ങളിൽ പോലും സന്ദർശനമുണ്ട്. സന്ദർശനം തന്നെയാണ് പഞ്ചസ്തംഭങ്ങളിലൊന്ന് എന്ന് പറഞ്ഞാൽ, ഇസ്ലാം കാര്യങ്ങളിൽ അഞ്ചാമത്തേത് ഹജ്ജ് ആണ്. ഹജ്ജ് യഥാർത്ഥത്തിൽ ഒരു സന്ദർശനമാണ്, കഅബ സന്ദർശിക്കലാണ്. അള്ളാഹു ഇസ്ലാമിക കർമ്മങ്ങളുടെ അടിസ്ഥാനപരമായ 5 കാര്യങ്ങളിൽ ഒന്നിനെ സന്ദർശനവുമായി ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ കുടുംബ ബന്ധം ചേർക്കാൻ വേണ്ടിയിട്ട് സന്ദർശനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ മരണപ്പെട്ട മാതാപിതാക്കളുടെ സ്നേഹിതരെയും ബന്ധുക്കളെയും സന്ദർശിക്കുക എന്നത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്ന കർമ്മത്തിന് തുല്യമാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഹ്രസ്വമായ ഒരു ചർച്ചയാണ് ഇൻഷാ അല്ലാഹ് ആ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഉലമാ പഠിപ്പിക്കുന്ന ഒരു കാര്യം ആദ്യമായി പറയട്ടെ. സന്ദർശനത്തെ പ്രധാനമായും നമുക്ക് 4ആയി തിരിക്കാം. സന്ദർശനത്തിൽ ഒന്നാമത്തേത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടുള്ള സന്ദർശനം. രണ്ടാമത്തേത് ഒരു കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സന്ദർശനം. മൂന്നാമത്തേത് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സന്ദർശനം. നാലാമത്തേത് രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ടുള്ള സന്ദർശനം. തൽക്കാലം നമുക്ക് ഒന്നാമത്തേതൊന്ന് വിശകലനം ചെയ്യാം എന്നാഗ്രഹിക്കുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മനുഷ്യ ജീവിതത്തിന്റെ നിത്യ അനുഭവങ്ങളിൽ നിന്നും നമ്മുടെ ഉലമാ കണ്ടെത്തിയിട്ടുള്ള ഈ 4 സന്ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആരാണ് യഥാർത്ഥത്തിൽ സ്വർഗാവകാശികൾ? ആദ്യം തന്നെ നമുക്ക് ഒരു ഹദീസിലൂടെ അത് പരിചയപ്പെടുത്താം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഇമാം ത്വബറാനി അവിടുത്തെ അൽ മുഅ്ജമുൽ കബീറിൽ ഉദ്ധരിക്കുന്നത് കാണാം. ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് നിവേദനം, ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, അലാ ഉനബ്ബിഉകും ബിരിജാലികും മിൻ അഹ്ലിദ് ദുനിയാ ഫിൽ ജന്നാ. ഈ ഭൂമിയിലെ ദുനിയാവിലെ കുറച്ച് ആളുകളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, പരിചയപ്പെടുത്തി തരാം. യഥാർത്ഥത്തിൽ അവർ സ്വർഗ അവകാശികളാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അതിൽ നമ്മെ ചേർക്കുമാറാവട്ടെ. ഈ ഭൂമിയിലെ കുറെ ആളുകൾ അവർ യഥാർത്ഥത്തിൽ സ്വർഗാവകാശികളാണ്. അങ്ങനെ കുറച്ച് സ്വർഗാവകാശികളായ ആളുകൾ, ഇവിടെ നിന്നുകൊണ്ട് സ്വർഗം കരസ്ഥമാക്കിയ ആളുകൾ ഈ ഭൂമിയിലുണ്ട്. അവരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സ്വഹാബികൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞു തരു നബിയേ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ജന്നാ. അന്ന് പറയുമ്പോ അവരുടെ കൂട്ടത്തിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ നബിയായ ഈ കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന നബിയുണ്ടല്ലോ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവിടുത്തെ പദവിയെ ഉദ്ധരിച്ചുകൊണ്ട് പറയാം, അള്ളാഹുവിന്റെ നബിയും റസൂലുമായ അവിടുന്ന് സ്വർഗത്തിന്റെ അവകാശിയ. ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് കാണാമത്. രണ്ടാമത് പറഞ്ഞു, ആ നബി അംഗീകരിച്ച സിദ്ദീഖ് എന്ന പദവിയിലുള്ള മഹാന്മാരായ അനുചരന്മാരും സ്വർഗത്തിലാണ്. മൂന്നാമത് പറഞ്ഞു, വശഹീദു ഫിൽ ജന്ന,
അള്ളാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി അനിവാര്യമായ സാഹചര്യത്തിൽ യുദ്ധത്തിന് പോയി ഷഹീദായ മഹത്തുക്കളും സ്വർഗത്തിലാണ്. വൽ മൗലൂദു മൗലൂദുൽ ഇസ്ലാമി ഫിൽ ജന്നാ, പരിശുദ്ധമായ ഇസ്ലാമിലായി ജന്മം കൊണ്ട ചെറിയ മക്കൾ അവരുടെ ചെറുപ്പത്തിൽ മരണപ്പെട്ടാൽ അവരും സ്വർഗത്തിലാണ്. പിന്നെ പറയുന്നത് കേട്ടോ, والرجل يكون في جانب المصر يزور أخاه لا يزوره إلا لله في الجنة. ഒരു മനുഷ്യൻ പട്ടണത്തിന്റെ അങ്ങേ അറ്റത്ത് താമസിക്കുന്നു, അടുത്ത നാട്ടിലേക്ക് അവൻ യാത്ര പോകുന്നു. എന്തിനു വേണ്ടി എന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട സഹോദരനെ, സുഹൃത്തിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. എന്തിനാണ് കാണുന്നത്? നല്ല സൗഹാർദ്ദങ്ങൾക്ക് അള്ളാഹു പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. നല്ല സൗഹാർദ്ദങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെട്ടതാണ്. റബ്ബിന്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം തന്റെ കൂട്ടുകാരനെ, തന്റെ കുടുംബക്കാരനെ സന്ദർശിക്കാൻ പോകുന്ന സന്ദർശകനും സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തൊബറാനിയുടെ മുഅ്ജമിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു നബിയുടെ പദവിയിൽ സ്വർഗാവകാശികൾ എന്ന് പറഞ്ഞു പോന്നോടത്ത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി തന്റെ പ്രിയപ്പെട്ടവനെ സന്ദർശിക്കാൻ പോകുന്ന കൂട്ടുകാരന്, സഹോദരന്, തന്റെ കൂട്ടുകാരിക്ക്, സഹോദരിക്ക് അള്ളാഹു സ്വർഗത്തിലാണ് സ്ഥാനം കൊടുത്തതെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സന്ദർശനം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അള്ളാഹുവിന്റെ പൊരുത്തം അനിഷേധ്യമായി ലഭിക്കുന്ന ഒരു പുണ്യകർമ്മമാണ് സന്ദർശനം. അള്ളാഹുവിന്റെ പൊരുത്തം അനിഷേധ്യമായി ലഭിച്ചുകൊണ്ടിരിക്കുക. മഹാന്മാരായ രണ്ട് സ്വഹാബികൾ ഒരുപോലെ ഒരുമിച്ച് നബിയിൽ നിന്നും കേട്ടിട്ടുണ്ട് ഈ ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇബ്നു അബീ ശൈബ തങ്ങൾ അവിടുത്തെ മുസന്നഫിൽ ഹദീസ് കുറിക്കുന്നതായി കാണാം. ഇബ്നു അബീ ശൈബ തങ്ങൾ റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്. മഹാനവറുകളുടെ മുസന്നഫിൽ ഒരു ഹദീസ് കാണാം. രണ്ട് സ്വഹാബികൾ, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, മഹാനായ ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു, ഈ രണ്ട് സ്വഹാബികളും പറയാം, സമിഅനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഹ്കി അൻ റബ്ബിഹി, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന ഒരു ഖുദ്സിയായ ഹദീസ് ഞങ്ങൾ കേട്ടതാണ്. അള്ളാഹു പറഞ്ഞതായിട്ട് നബി തങ്ങൾ പറയുന്നു. ഖുദ്സിയായ ഹദീസ് അങ്ങനെയാണ്. അള്ളാഹു പറഞ്ഞതായിട്ട് നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുദ്സിയായ ഹദീസ് വഹിയിനോട് അടുത്ത് നിൽക്കുന്നു, ഖുർആനിനോട് ചേർന്ന് നിൽക്കുന്നു. ഹദീസുകളിൽ ഏറ്റവും കൂടുതൽ ഗൗരവമുള്ള ഹദീസാണ്. ഹദീസുകളിൽ പദവി കൂടിയ ഹദീസാണ്. അള്ളാഹു പറഞ്ഞതായി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഹഖത്ത് മഹബ്ബത്തി അലൽ മുതഹാബ്ബീന ഫിയാ, എന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് പരസ്പരം അങ്ങുമിങ്ങും സ്നേഹിച്ച രണ്ട് സഹോദരന്മാർക്കും, പരസ്പരം അങ്ങുമിങ്ങും സ്നേഹിച്ച രണ്ട് സഹോദരിമാർക്കും എന്റെ പൊരുത്തമാണ് അവരുടെ മനസ്സിലുള്ളൂ. ആ പൊരുത്തത്തെ മുൻനിർത്തിയിട്ട് പരസ്പരം സ്നേഹിക്കുന്ന സഹോദരന്മാരിൽ അള്ളാഹുവിന്റെ ഇഷ്ടം സ്ഥിരപ്പെട്ടിട്ടുണ്ടെന്ന് അള്ളാഹ് പറഞ്ഞതായി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ എന്റെ പൊരുത്തത്തിന് വേണ്ടി പരസ്പരം അങ്ങുമിങ്ങും ചെലവ് ചെയ്യുന്നു. നമുക്കത് അനുഭവമുണ്ട്. എപ്പോഴാ? നമ്മളൊരു യാത്ര പോവാണ്, നമ്മുടെ കൂട്ടുകാരൻ രണ്ടുകൂടെ കണക്ക് പറയുന്നില്ല. യാത്രയിലെ ഭക്ഷണത്തിന്റെ നേരത്ത് അവനും നമ്മളും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, പൈസ നമ്മൾ കൊടുത്തു. അപ്പോഴാണ് കുറച്ച് നീങ്ങിയപ്പോൾ യാത്രയിൽ എന്തോ ഒരു സാമ്പത്തിക ആവശ്യം വന്നു, അപ്പൊ അത് മൂപ്പര് കൊടുത്തു. അങ്ങനെ രണ്ടുപേർക്കും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചെലവ് ചെയ്തു പോകുന്നു. എന്റെ പൊരുത്തത്തിലായി, എന്റെ ഇഷ്ടത്തിനായി പരസ്പരം ചെലവ് ചെയ്യുന്നവരെ അള്ളാഹു പറയുകയാ, അവർക്ക് എന്റെ ഇഷ്ടം സ്ഥിരപ്പെട്ടു കഴിഞ്ഞു. എന്റെ പൊരുത്തത്തിന് വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശിക്കുന്നവരുണ്ട്, ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടി. അങ്ങനെയുള്ളവർക്കും എന്റെ ഇഷ്ടം സ്ഥിരപ്പെട്ടു കഴിഞ്ഞു. വൽ മുതഹബ്ബൂന ഫില്ലാഹി അലാ മനാബിറ മിൻ നൂരിൻ ഫീ ളിൽ അർശി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. ഹബീബ് പറയാ, അള്ളാഹു പറഞ്ഞതായിട്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി പരസ്പരം സ്നേഹിക്കുന്നവർ, ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ,
ഒരു നിഴലും തണലുമില്ലാത്ത മഹ്ശറയിൽ വെച്ച് അള്ളാഹുവിന്റെ നിഴലിന്റെ തണലിന്റെ അള്ളാഹുവിന്റെ അർശിന്റെ നിഴലിന്റെ തണലിന്റെ തണുപ്പിലായിരിക്കും അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവർ. അവർക്കവിടെ സംഗമിക്കാൻ പ്രത്യേകമായ പീഠവും സ്റ്റേജും റബ്ബ് പണിതു കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോന്റെ മാർഗത്തിൽ പരസ്പര സ്നേഹവും ഇഷ്ടവും പരസ്പര സൗഹാർദ്ദവും ഒക്കെ ഉണ്ടെങ്കിൽ ഒരാളോട് ഇഷ്ടം തോന്നിയത് അവന്റെ കയ്യിലുള്ളത് വാങ്ങിയെടുക്കാനല്ല, പടച്ചോന് പൊരുത്തം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ മനുഷ്യന്മാര് പരസ്പരം സ്നേഹിക്കാം. ഇവിടെ ഈ പറയുന്ന വാക്കുകളെ വളച്ചൊടിക്കരുത്. അന്യ പെണ്ണിനെ അന്യ ആണ് സ്നേഹിക്കുക എന്നുള്ളതല്ലത്, ആ അർത്ഥത്തിലല്ല. അന്യ ആണ് അന്യ ആണിനെ, അന്യ പെണ്ണ് അന്യ പെണ്ണിനെ സൗഹാർദ്ദം പുലർത്താറുണ്ടല്ലോ. ഇനി അത് കുടുംബത്തിൽ തന്നെ ആവാം. നമുക്ക് മറ്റൊരാളോട് തോന്നുന്ന ബന്ധം, സൗഹാർദ്ദം, സഹോദര ബന്ധം, ആ സഹോദര ബന്ധത്തെ ആത്മാർത്ഥമായി റബ്ബിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അപ്പോഴാണ് ഈ പറഞ്ഞതൊക്കെ കിട്ടുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ ഒരു ഹദീസ് കാണാം. അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് നിവേദനം. ഹബീബ് പറയാണ്, ഒരു മനുഷ്യൻ ഒരു യാത്ര പോവുകയാണ്. യാത്ര പോകുന്നത് തൊട്ടടുത്തുള്ളതായ നാട്ടിലേക്ക്, തൊട്ടടുത്തെന്നല്ല വേറൊരു നാട്ടിലേക്ക് യാത്ര പോവുക. യാത്ര പോകുന്ന സഹോദരന്റെ പിന്നാലെ അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞയച്ചു. ആ മനുഷ്യന്റെ അടുക്കലേക്ക് മലക്കും നടന്നെത്തി വഴിയോരത്ത് ആരുമില്ല. അപ്പൊ ഈ മനുഷ്യനോട് മലക്ക് ചോദിക്കാം, ഈ മനുഷ്യന് മലക്കിനെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല കേട്ടോ. വിജനമായ ഭാഗത്തെത്തിയപ്പോൾ ചോദിച്ചു, അല്ല തുരീദു, എങ്ങോട്ടാ എങ്ങോട്ടാ പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, ഉരീദു അഖല്ലി ഫി ഹാദിഹിൽ ഖറിയ, ഈ നാട്ടില് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട്, മൂപ്പരെ കാണാൻ വേണ്ടി പോവാ. അപ്പൊ മലക്ക് ചോദിക്കാണ്, വേഷപ്രസന്നനായ മലക്ക് ചോദിക്കാണ്, ഹല്ലക അലൈഹി മിൻ നിഅമത്തിൻ തർബുഹാ, മൂപ്പര് നിങ്ങൾക്ക് വല്ലതും തരാനുണ്ടോ? അത് വാങ്ങാൻ പോണേണോ? എനിക്കൊന്നും കിട്ടാനില്ല. ലാ ഗൈറ അന്നീ അഹ്ബബ്തുഹു ഫില്ലാഹി അസ്സ വജല്ല, എനിക്കൊരു ലാഭവുമില്ല അവനെ കാണാൻ പോകുന്നതിൽ. റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞങ്ങൾ പരസ്പരം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന, പരസ്പരം സ്വർഗത്തിലേക്ക് കൂടിച്ചേരാൻ കഴിയുന്ന ഒരു സൗഹാർദ്ദം ഞങ്ങൾക്കിടയിലുണ്ട്. സ്വർഗം വാങ്ങിത്തരുന്ന ഒരു കൂട്ടുകെട്ട് ഞങ്ങളുടെ ഇടയിലുണ്ട്. അതിനെ മാനിച്ചുകൊണ്ട് അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടിയാ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ മലക്ക് പറയുമത്രേ, ഫഇന്നീ റസൂലുള്ളാഹി ഇലൈക ബിഅന്നല്ലാഹ ഖദ് അഹബ്ബക കമാ അഹ്ബബതഹു ഫീഹി, നിങ്ങൾ ആ സഹോദരനെ ഇഷ്ടപ്പെട്ട പോലെ അള്ളാഹുടെ പൊരുത്തത്തിന് വേണ്ടി അയാളെ കാണാൻ പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അയാളോടുള്ള ആത്മാർത്ഥമായ റബ്ബിന്റെ പൊരുത്തത്തെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള സ്നേഹമുള്ള പോലെ അള്ളാഹുവിന് നിങ്ങളോട് സ്നേഹമാണെന്ന് പറയാൻ വേണ്ടി റബ്ബ് പറഞ്ഞയച്ച മലക്കാണ് ഞാനെന്ന് ആ മലക്ക് പറയുമെന്ന് മുഹമ്മദ് റസൂൽ. അള്ളാഹുവെ ആ ഭാഗ്യത്തിലേക്ക് ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഒരുപാട് സൗഹൃദങ്ങളും ഒരുപാട് ബന്ധങ്ങളും ഒക്കെ നമുക്കുണ്ട്. അതെല്ലാം നാളത്തേക്ക് ഉപകാരപ്പെടുന്നതാണ്. അങ്ങനെ ഉണ്ടല്ലോ, മനുഷ്യന്മാരുടെ സൗഹാർദ്ദത്തിനും ബന്ധത്തിനും വില കൽപ്പിക്കാത്ത കാലമാണ്. സ്വാർത്ഥംബരികളായി മാറാണ് മനുഷ്യന്മാർ. ആ സമയത്ത് ഈ ആശയത്തിനൊക്കെ വലിയ പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ആകെ സന്ദർശിക്കുന്നത് ഈ രോഗസന്ദർശനം വരുമ്പോഴാണ്. ഇൻഷാ അല്ലാഹ് രോഗസന്ദർശനം ഒരു വിഷയമായി തന്നെ വേറെ പറയാനുള്ളത് കൊണ്ട് ഞാൻ കൂടുതലേക്ക് കടക്കുന്നില്ല. എന്തായാലും രോഗസന്ദർശനം നമ്മൾ ഒഴിവാക്കുക എന്നൊരു അവസ്ഥയിലേക്ക് കൂടി എത്തിയിരിക്കുക. കാരണം ആർക്കും നേരമില്ലേ രോഗം സന്ദർശിക്കാൻ. പണ്ടൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, ഒരു കല്യാണം ഒരു വീട്ടിൽ ആലോചിക്കുന്നുവെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിലൊക്കെ അയൽവക്കക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് സന്ദർശിക്കാൻ വരും. എന്തായിക്ക മോളുടെ കല്യാണക്കാരിയൊക്കെ എന്നൊക്കെ ചോദിക്കും അല്ലേ? അയൽവാസി വന്നില്ലെങ്കിലും ഇത്തിരി അകലെ താമസിക്കുന്ന കുടുംബക്കാരൊക്കെ ഒന്ന് വന്ന് സന്ദർശിക്കും. എന്തായി കല്യാണത്തിന്റെ സ്വർണം എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, പന്തൽ എവിടെ ഇടണം, എത്ര മണിക്ക് നിക്കാഹ് നടത്തണം, അവരെപ്പോഴാ വരുന്നത്, ഇതൊക്കെ ആലോചിക്കാനൊക്കെ ഒരു സന്ദർശനമുണ്ട്. ഇതോ ഇന്ന് അതുമല്ല. ഇന്ന് ഇപ്പൊ കാണുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ്, അതിലൊക്കെ അങ്ങോട്ട് എല്ലാവരും കൂടി ചോദിക്കലൊക്കെയാ. പക്ഷെ അതിലും വരാൻ നേരമല്ലേ, പിന്നെ എപ്പോഴാ നേരം കിട്ടും. അങ്ങനെ ചില സന്ദർശനങ്ങളുണ്ട്. അപ്പൊ ഈ സന്ദർശനങ്ങൾക്കൊക്കെ ഒരു പുണ്യമുണ്ടെന്നുള്ള ബോധം നമുക്കില്ലാതെ പോയതിന്റെ പേരില്ല. പഴയ കാലത്തൊക്കെ ആ സന്ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോ അത് കാണുന്നില്ല, പൊതുവെ അത് കാണാറില്ല. രോഗസന്ദർശനം നമ്മൾ ഒരു വലിയ പ്രാധാന്യത്തോടു കൂടെ കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പൊ അത് കാണുന്നില്ല എന്ന് തോന്നാണ്. ഏതായാലും ഞാനത് പറഞ്ഞതല്ല, ആ ഭാഗം ഒന്ന് വേണ്ടി പറയാം. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ ഒരു ഹദീസ് കാണാം.
ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ആയിദുൽ മരീദ് ഫീ മഖ്റഫത്തിൽ ജന്നതി ഹത്താ യർജിഅ. ഒരു രോഗിയെ കാണാൻ പോകുന്ന മനുഷ്യൻ അവന്റെ സഞ്ചാര സമയത്ത് അവൻ നടന്നു പോകുന്ന, അവൻ സഞ്ചരിക്കുന്ന ആ വഴി സ്വർഗത്തിന്റെ വഴിയാണ്. അവൻ മടങ്ങി വരുന്നവരെ അവൻ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം സ്വർഗം ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു വലിയ ബന്ധം രോഗസന്ദർശനത്തിലൂടെ രണ്ട് മനുഷ്യർക്കിടയിൽ അല്ലാഹു തആല സ്ഥാപിക്കുകയാണ്. വ്യക്തിബന്ധങ്ങൾക്ക് സ്ഥാനം കൊടുത്തുകൊണ്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം സന്ദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് അകലങ്ങളിലേക്ക് യാത്ര ചെയ്യാത്ത നബിയാണ്. ഒരു വലിയ അന്താരാഷ്ട്ര യാത്രകളും പര്യടനങ്ങളും നടത്തിയതായ ഹബീബിനെ കുറിച്ച് വല്ലാത്ത വിവരങ്ങളില്ല. മറിച്ച് അവിടുത്തെ കത്തുകളാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക്, മറ്റു രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് എഴുതിയ കത്തുകളാണ് കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയായിരുന്നു? അവിടുത്തെ പരിസരങ്ങളിൽ തന്നെ ഉണ്ടായിരുന്ന സന്ദർശനമായിരുന്നു. ശരീരത്തിലേക്ക് മാലിന്യങ്ങൾ കൊട്ടിയിട്ടിരുന്ന ആളുകൾ പോലും രോഗിയായപ്പോൾ കാണാൻ ചെന്നിട്ടുണ്ട്. പരിസരത്ത് ആരെല്ലാം മതം നോക്കിയിട്ടില്ല, അവിടുത്തെ ആദർശത്തെ പിന്തുണച്ചിട്ടുണ്ടോ എന്ന് പോലും നോക്കാതെ പ്രിയപ്പെട്ട കുടുംബത്തിന്റെ കാരണവരായ അബൂ താലിബ് പോലും മരണാസന്നനാകുന്ന നേരത്ത് അവിടുന്ന് സമാശ്വാസനത്തിന്റെ വാക്കുമായി തലോടിക്കൊണ്ട് അവിടെ എത്തിയിട്ടുണ്ട്. ശരീരം മൊത്തം തലോടിയിട്ടുണ്ട്. എല്ലാവരെയും സന്ദർശിക്കുമായിരുന്നു. മതഭേദമന്യേ സന്ദർശിക്കുമായിരുന്നു. കാണാം മതങ്ങൾക്കപ്പുറം സൗഹാർദ്ദം കാണാവുന്ന മദീനയിൽ ഒരു മനോഹരമായ കാഴ്ച. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം ഹദീസ്. അനസ് തങ്ങൾ പറയാണ്, കാന ഗുലാമുൻ യഹൂദിയുൻ യഖ്ദിമുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫമരിള. ഒരു ജൂതനായ സഹോദരൻ അല്ലാഹുവിന്റെ ഹബീബിനെ എന്തെങ്കിലുമൊക്കെ ഖിദ്മത്ത് ചെയ്യാൻ ഇടക്കിടക്ക് വരുമായിരുന്നു. ആ ജൂതനായ സഹോദരൻ പ്രവാചക സന്നിധാനത്തിലെ നിറസാന്നിധ്യമായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ അവനെ എപ്പോ നോക്കിയാൽ നബിയുടെ കൂടെ ഉണ്ട്. അവൻ മുസ്ലിമല്ല. ജൂതനായ സഹോദരൻ അല്ലാഹുവിന്റെ ഹബീബിന് ഒരുപാട് ഖിദ്മത്ത് ചെയ്തു കൊടുക്കും. ഈ ജൂതനായ സഹോദരൻ ഒരിക്കൽ രോഗിയാണെന്ന് ആ മനുഷ്യനെ കുറിച്ച് നബി തങ്ങൾ വാർത്ത കേട്ടു. ഇവരെ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ ഇങ്ങോട്ട് കാണുന്നില്ല. അന്വേഷിച്ചപ്പോ ആരോ പറഞ്ഞു മൂപ്പര് രോഗിയാണ്. ഹബീബ് വൈകിച്ചില്ല. അവനെ കാണാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ ഹബീബ് പോവാൻ എന്താ ബന്ധമുള്ളത്? മതപരമായ ബന്ധമാണോ? ആദർശത്തെ പിന്തുണച്ചതാണ്? കുടുംബാണോ? ഒന്നുമല്ല, ജൂതൻ. പക്ഷേ എനിക്ക് അവനോട് ഒരു ആത്മബന്ധമുണ്ട്. അവനെ കാണാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ അവന്റെ അവസ്ഥ കണ്ടപ്പോൾ മരണമുറപ്പാണ്. ഹബീബായ നബി തങ്ങൾ ആ മനുഷ്യന്റെ ശിരസിന്റെ ഭാഗത്ത് ഇരുന്നിട്ട് ആ മനുഷ്യനോട് ഹബീബ് സ്നേഹത്തിന്റെ പ്രകടനങ്ങൾ കാണിച്ച് എല്ലാവരും നോക്കി നിൽക്കാം. അയാളുടെ മരിക്കാൻ കിടക്കുന്ന ആളുടെ കുടുംബക്കാരൊക്കെ ഉണ്ട് അവിടെ. ഹബീബായ നബി തങ്ങൾ ആ സഹോദരന്റെ അവസാന സമയത്ത് ഈ ലോകത്ത് വെച്ച് അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മയല്ലേ കലിമ ചൊല്ലാനൊന്ന് ആവശ്യപ്പെടാം. പുന്നാര പൂമാന സഹോദരനോട് പറഞ്ഞു, അസ്ലിം മോനെ, നീ ഒന്ന് മുസ്ലിമാവുമോ? സഹോദര സമയത്തൊന്ന് പരിധി നോക്കിയപ്പോൾ അയാളുടെ പിതാവിനെ അവിടെ കണ്ടു. ഇലാ അബീഹി വഹുവ ഇൻദഹു. വാപ്പ അവിടെ ഉണ്ട്. ജൂത സഹോദരന്റെ വാപ്പ അവിടെ നിൽക്കുന്നുണ്ട്. മുസ്ലിം ആവാൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ വാപ്പ എന്താ പറയണെന്ന് അറിയാൻ വേണ്ടി പതുക്കെ അങ്ങോട്ട് നോക്കി. അപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞു, അബുൽ ഖാസിം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിച്ചോ, കുഴപ്പമില്ല. മുഹമ്മദ് നബിയെ അനുസരിച്ചോ മോനെ, കുഴപ്പമില്ല. വാപ്പ പറഞ്ഞു. അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഫഅസ്ലമായി, സഹോദരൻ ഹബീബിന്റെ മുന്നിൽ വെച്ച് കലിമ ചൊല്ലിയിട്ട് മുസ്ലിമായി. ഫഅസ്ലമ, അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് ഇറങ്ങി. മനസ്സിലാക്കിക്കൊള്ളണം, രോഗിയെ സന്ദർശിക്കാൻ പോകുമ്പോൾ ഒരുപാട് സമയം അവിടെ ഇരുന്ന് ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഓറഞ്ചും ആപ്പിളും മുന്തിരിയൊക്കെ അയാളുടെ കൂടെ ഇരുന്ന് തിന്ന് ഉള്ള നോണയും പറഞ്ഞ് കഥയും പറഞ്ഞ് അവിടുന്ന് ഒരുപാട് സമയം ചെലവ് ചെയ്ത് രോഗീനെ ഒരു പരുവാക്കിയിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി വരാം. അത് പാടില്ല. അവിടെ ചെല്ലാം കാര്യം കഴിയാ പെട്ടെന്ന് പോരാ. രോഗസന്ദർശനത്തിൽ ഏകദേശം 10-14 വരുന്ന കാര്യങ്ങൾ എടുത്ത് നമുക്ക് പറയാനുണ്ട്. അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം.
ഈ ഹദീസ് നമുക്ക് തരുന്ന ഒരു മെസ്സേജ് ഉണ്ട്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യം കഴിഞ്ഞ് അപ്പം തന്നെ അവിടെ ഇറങ്ങി. ഫഖറജ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ അവിടെ നിന്നും പെട്ടെന്ന് ഇറങ്ങി. വഹുവ യഖൂലു, അവിടുന്ന് പറയുന്നുണ്ടായിരുന്നു, അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ. പടച്ച റബ്ബേ, എനിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്ത ഈ സഹോദരനെ നരകത്തിൽ നിന്നും എനിക്ക് പുറത്തിറക്കാൻ നീ ഒരു അവസരം തന്നല്ലോ അല്ലാഹ്. ഈ സഹോദരനെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ അല്ലാഹ്, നിനക്ക് ഞാൻ സ്തുതി പറയുന്നു എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ നമുക്ക് കാണാം. സന്ദർശനം എന്നതിന്റെ അറബി സിയാറത്ത് എന്നുള്ളതാണ്. സ്വാലിഹീങ്ങളെ സന്ദർശിക്കണം, നല്ല നല്ല ആലിമീങ്ങളെ സന്ദർശിക്കണം. പടച്ചോന്റെ പൊരുത്തം മനസ്സിലുണ്ടാവണം. മഹാന്മാരുടെയൊക്കെ മസാറുകളിലേക്ക്, മക്കാമുകളിലേക്കൊക്കെ സിയാറത്ത് പോയി അവർക്കൊരു സലാം പറഞ്ഞ് അവിടെ വെച്ച് അവരുടെ ബറക്കത്ത് മുൻനിർത്തിയിട്ട് ദുആ ചെയ്തൊക്കെ അവരുമായി ഒരു ആത്മബന്ധം സ്ഥാപിക്കാൻ നമുക്ക് കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഖബറിൽ കിടക്കുന്ന ഒരു സാധാരണക്കാരനോട് സലാം പറഞ്ഞ അയാൾ മടക്കൂന്ന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എങ്കിൽ ഒരു മഹാന്റെ മുന്നിൽ ചെന്നാലോ അവർ നമ്മെ തിരിച്ചറിയും. നമ്മൾ സലാം പറഞ്ഞാൽ അവർ സലാം മടക്കും. അപ്പോൾ സന്ദർശനം എന്നത് ആയുസ്സിന്റെ അവസാനത്തിൽ നമുക്ക് ആയുസ്സുള്ള കാലത്തോളം അത് നിലനിൽക്കുന്നത്. അത് മരിച്ചവരെയും സന്ദർശിക്കാം, ജീവിക്കുന്നവരെയും സന്ദർശിക്കാം. ഖബർ സിയാറത്ത് സുന്നത്താണ്, സന്ദർശനം സിയാറത്ത് സുന്നത്താണ്. സന്ദർശനത്തിന് പരിധി വെച്ചിട്ടില്ല. അത് മരിച്ചുപോയി മണ്ണിന്റെ അടിയിൽ കിടക്കുന്നവരെയും സന്ദർശിക്കാം, ജീവിച്ചിരിക്കുന്ന മഹത്തുക്കളെ സന്ദർശിക്കാം. ഇതൊക്കെ പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടിയാവണം. അത് പിന്നെ അങ്ങനെയാണല്ലോ, നല്ലവരെ കാണാൻ പോകുന്ന അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ. നിങ്ങൾക്കറിയുമോ, 1000 ഷഹീദിന്റെ കൂലി കിട്ടും, 1000 പാപങ്ങൾ അല്ലാഹു പൊറുക്കും, 1000 പദവി അല്ലാഹു കയറ്റിത്തരും. ബൈത്തുൽ മുഖദ്ദസ് സിയാറത്ത് ചെയ്യുന്നവന് അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ബൈത്തുൽ മുഖദ്ദസ് സിയാറത്ത് ചെയ്യുന്നവന് 1000 ഷഹീദിന്റെ കൂലിയാണ്. ബൈത്തുൽ മുഖദ്ദസ് സിയാറത്ത് ചെയ്യുന്ന മനുഷ്യന് 1000 പാപങ്ങൾ പൊറുക്കും, 1000 പദവി കയറ്റിവെക്കും. ബൈത്തുൽ മുഖദ്ദസ് സിയാറത്ത് ചെയ്യാൻ കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത്രയും വലിയ അമലാണ് ബൈത്തുൽ മുഖദ്ദസ് സന്ദർശിക്കൽ, സിയാറത്ത് ചെയ്യുക. എന്നാൽ കേട്ടോ, ഇതേ കൂലി തന്നെ കിട്ടും എപ്പോഴാണെന്നറിയുമോ? ഉഖ്റവിയായ ഒരു ആലിമിനെ നമ്മൾ സന്ദർശിച്ചാൽ, ഇന്നാലിന്റെ പള്ളിയിലെ മുദർരിസ് വലിയ മഹാനാണ്, ഇന്നാലിന്റെ പള്ളിയിലെ ഖതീബ് നല്ലൊരു സൂഫിയാണ്, ഒന്ന് പോയി കണ്ട് ദുആ ചെയ്യിപ്പിക്കാം. എന്തേ പോകുന്നത്? ഒന്നുമില്ല, ഒന്ന് ദ്വാരക്കാൻ പറയാൻ വന്നതാ. അൽഹംദുലില്ലാഹ്. ആ സന്ദർശനത്തിൽ ഒരു ലാഭവും ദുനിയാവിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. ഉഖ്റവിയായ ആലിമിനെ സന്ദർശിക്കുക എന്നത് ബൈത്തുൽ മുഖദ്ദസ് സന്ദർശിച്ചതിന് തുല്യമാണെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത്രത്തോളം സന്ദർശനം ഇങ്ങനെ വ്യാപിച്ചു കിടക്കാം. ഒരുപാട് സന്ദർശിക്കാനുണ്ട് നമുക്ക്. അള്ളാഹുവിന്റെ ഖുദ്റത്ത് ബോധ്യപ്പെടാൻ ചിലതൊക്കെ ഒന്ന് കാണേണ്ടതുണ്ട്. വലിയൊരു മല കണ്ട പടച്ചോനെ മനസ്സിൽ ഓർമ്മ വരുമെങ്കിൽ ആ മല കാണാനുള്ള സന്ദർശനം ഒഴിവാക്കേണ്ടതില്ല. വ്യക്തികളെ മാത്രമല്ല, നമുക്ക് റബ്ബിലേക്ക് അടുക്കാൻ നല്ല നല്ല സന്ദർശനങ്ങൾ ഉപയോഗപ്പെടുമെങ്കിൽ അതൊക്കെ ചെയ്യണം. നമ്മൾ സന്ദർശിക്കുന്നിടത്ത് നമുക്ക് ആഖിറത്തിൽ ഗുണം കിട്ടുന്നുണ്ടോ എന്ന ഒരു മാനദണ്ഡം നമ്മുടെ മനസ്സിലുണ്ടാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നത് മരണാനന്തരവും സന്ദർശനങ്ങൾ വഴി ബന്ധങ്ങൾ നിലനിൽക്കുമെന്നാണ്. മരണാനന്തരവും സന്ദർശനങ്ങൾ വഴി ബന്ധങ്ങൾ നിലനിൽക്കുന്ന, മരിച്ചുപോയ വാപ്പാടെ ഉമ്മാടെയൊക്കെ കൂട്ടുകാരൻ, ഉമ്മാടെ ചേടുത്തി, ഉമ്മാടെ കൂട്ടുകാരി, ഉമ്മാടെ കൂടെ പഠിച്ച ആള് ഞാൻ നാട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ ഒന്നൊന്ന് പോയിട്ട് ആ യാത്രയിൽ വരുന്ന ചെലവൊക്കെ പടച്ചോന്റെ മാർഗത്തിലേക്ക് വിടാം. ഒന്ന് പോയി വരാവുന്നത് വലിയ ഇബാദത്താണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ സന്ദർശനങ്ങൾ വലിയ ഇബാദത്താണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടുമാംസം എത്തിച്ച സംഭവങ്ങൾ ഹദീസിലുണ്ട്. ആ ആടുമാംസം അവിടെ കൊണ്ട് എത്തിച്ചു കൊടുത്തു. നിങ്ങൾക്കറിയില്ലേ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന രീതി എങ്ങനെയാ? ആരെയും ഏൽപ്പിച്ചു വിടാണോ വേണ്ടത്? ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ സദഖ കൊടുക്കുമ്പോൾ ആരാണോ സ്വീകരിക്കുന്ന അയാളുടെ കയ്യിൽ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ ഒരു സന്ദർശനത്തിന്റെ കൂലിയും കൂടി നമുക്ക് കിട്ടും. പക്ഷെ സക്കാത്ത് വിതരണം ചെയ്യേണ്ടത് പണം ഉള്ള ആളുടെ പണത്തിന്റെ ആ പരിധിയിൽ ആ നാട്ടിലായിരിക്കണം.
ചില നിർബന്ധിത ഘട്ടങ്ങളിൽ മാത്രമാണ് നാട് വിട്ട് പുറത്തു പോവുക. അപ്പൊ എങ്ങനെയാണെങ്കിലും നമുക്ക് ഈ പറയപ്പെട്ട നിബന്ധനകൾ പാലിച്ച് നമ്മളാൽ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നിടത്ത് ഒരു സന്ദർശനം കിട്ടുമെങ്കിൽ ഈ സന്ദർശനം, ആ പോക്കും വരവും അതൊരു ഇബാദത്താണ് എന്ന് ചുരുക്കം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഖബർ സിയാറത്തിന് പോവാ സന്ദർശനമാണ്. വാപ്പായുമായൊക്കെ മരിച്ചു കിടപ്പുണ്ട്. അള്ളാഹുടെ പൊരുത്തത്തിന് വേണ്ടിയാണ് ആ ഖബറെന്ന് സന്ദർശിക്കാൻ പോയത്. ഇതൊക്കെ ചെയ്യാലോ, ഇതൊക്കെ ചെയ്യാവുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ജാഅത് അജൂസുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ലഹാ മൻ അൻതി. ഒരു വൃദ്ധയായ ഉമ്മ ഒരിക്കൽ ഹബീബായ നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നു. അപ്പോൾ അവിടുന്ന് ചോദിച്ചു, ആരാണ് നിങ്ങൾ? അവർ പറഞ്ഞു, ജാസിമത്തുൽ മുസ്നിയ, ഞാൻ ജാസിമത്തുൽ മുസ്നിയയാണ് നബി. അപ്പോൾ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ബൽ അൻതി ഹനാനത്തുൽ മുസ്നിയ എന്ന തമാശ പറഞ്ഞ് അവരൊന്ന് സന്തോഷിപ്പിച്ച്, ഇത്തിരി കൂടി നല്ല പ്രതികരണത്തിൽ നബി തങ്ങൾ അവരൊന്ന് സുഖിപ്പിച്ച് സന്തോഷിപ്പിച്ച് അവരുടെ പേരിന്റെ അർത്ഥവ്യാപ്തിയിലേക്ക് കടന്നു കൊണ്ടുള്ള ഒരു പര്യായ പദം കൊണ്ട് അവരെ സംബോധന ചെയ്തു. എന്നിട്ട് ചോദിച്ചു, കൈഫ അൻതും, നിങ്ങൾ ജാസിമത്തുൽ മുസ്നിയ അല്ല, ഹനാനത്തുൽ മുസ്നിയാണ്. നിങ്ങൾ വിലമതിക്കാനാവാത്ത ഒരു നല്ല സ്ത്രീയാണ്, നിങ്ങൾ വലിയൊരാളാണ് എന്ന രീതിയിൽ അങ്ങോട്ട് തിരിച്ച് സംബോധന ചെയ്തു. എന്നിട്ട് ചോദിക്കാണ്, വിശേഷം ചോദിക്കാണ്. കൈഫ അൻതും, നബിയെ സന്ദർശിക്കാൻ വന്ന ഈ സഹോദരിയോട് ചോദിക്കാണ്, അല്ല എന്തൊക്കെയുണ്ട് ഉമ്മ വിശേഷങ്ങൾ? കൈഫ ഹാലുക്കും, എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? കൈഫ കുന്തും ബഅദനാ, ഞങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോന്ന ശേഷം നിങ്ങൾ മക്കയിൽ താമസിച്ചവരല്ലേ, അവിടെ പിന്നെന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് വിശേഷങ്ങൾ പറയൂ. ആ ഉമ്മ പറയാൻ തുടങ്ങി, ബി ഖൈരിൻ ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, ഞങ്ങൾ നല്ല നിലയിലാണ്, നല്ല അവസ്ഥയിലാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, ഞങ്ങൾ നല്ല അവസ്ഥയിലാണ്. അല്ലാഹുവിന്റെ ഹബീബേ, ഞങ്ങൾക്ക് നല്ല കാലമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ആ സഹോദരി അവിടെ നിന്ന് പോയ ശേഷം ഞാൻ നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, തുഖ്ബിലു അലാ ഹാദിഹിൽ അജൂസി ഹാദൽ ഇഖ്ബാൽ, വലിയ കാര്യമായിട്ടാണല്ലോ അപരിചിത എന്ന് തോന്നുന്ന ഈ വൃദ്ധയോട് അങ്ങ് സംബോധന ചെയ്ത് അവരെ നേരിട്ടത്, അവരെ എതിരേറ്റ് സ്വീകരിച്ചത് വലിയ കാര്യമായിട്ടാണല്ലോ നബിയെ. ഇവർക്കെന്താ കാര്യം? ഇവർക്കെന്താ പ്രത്യേകത? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, യാ ഈസ ഇന്നഹാ കാനത് തഅതീനാ സമാന ഖദീജ. ഖദീജ റളിയല്ലാഹു അൻഹ ജീവിച്ചിരുന്നപ്പോൾ മക്കയിൽ വെച്ച് ഇവർ സ്ഥിരം കാണാൻ വരലുണ്ടായിരുന്നു, എപ്പോഴും വരുമായിരുന്നു. ആ ഒരു ബഹുമാനമാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കാണിച്ചത്. അപ്പൊ ഈ സന്ദർശനത്തിൽ വലിയ മഹത്വമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ദിവസം പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. 3 സ്വലാത്ത് ചൊല്ലി കൊച്ചു ദുആയോട് കൂടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ, അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ, കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നൽകണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. നീ തന്നതിൽ മുഴുവനും ബറക്കത്ത് നൽകണേ അല്ലാ, തരാൻ ഉദ്ദേശിച്ചതിൽ ബറക്കത്ത് നൽകണേ അല്ലാ. മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും സമീപ ഭാവിയിൽ നീ തട്ടിമാറ്റണേ അല്ലാ. ഓൺലൈനായി പരിപാടി കാണുന്ന എല്ലാ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സഹോദരിമാർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഞങ്ങളുടെ അറിവിലും ഞങ്ങൾ ചെയ്യുന്ന അമലിലും റബ്ബേ നിന്റെ പൊരുത്തം നൽകണേ അല്ലാ. ഞങ്ങളുടെ വാഹനങ്ങളിൽ, സ്ഥാപനങ്ങളിൽ, കുടുംബങ്ങളിൽ, കുടുംബക്കാരിൽ റബ്ബേ, ഞങ്ങളുടെ കൊച്ചുമക്കളിൽ, ഞങ്ങളുടെ എല്ലാ ബന്ധങ്ങളിലും നീ റാഹത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. ഞങ്ങളുടെ പ്രവാസികളെ നീ അനുഗ്രഹിക്ക് തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ അന്ത്യം നന്നായി മരിക്കാനുള്ള ഭാഗ്യത്തിലേക്ക് ഞങ്ങളെ ചേർക്കണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ, ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.
ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.